പൂയം നക്ഷത്രം കർക്കടകക്കൂറിൽ ഉൾപ്പെടുന്നതും ശനി ഭഗവാൻ നക്ഷത്രനാഥനായി വരുന്നതുമായ ഒരു നക്ഷത്രമാണ്. സഹാനുഭൂതി, ക്ഷമ, സേവന മനോഭാവം എന്നിവ പൂയം നക്ഷത്രക്കാരുടെ ജന്മസിദ്ധമായ ഗുണങ്ങളാണ്. 2026 എന്ന വർഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഗ്രഹനിലയനുസരിച്ച് പൂയം നക്ഷത്രക്കാർക്ക് വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണിത്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം 2026 ഒരു പരീക്ഷണ കാലഘട്ടമായിരിക്കും. നിലവിലുള്ള ജോലിയിൽ അതൃപ്തി അനുഭവപ്പെടുകയോ സഹപ്രവർത്തകരിൽ നിന്നോ മേലുദ്യോഗസ്ഥരിൽ നിന്നോ അകാരണമായ സമ്മർദ്ദം നേരിടേണ്ടി വരികയോ ചെയ്യാം. എന്നാൽ സമ്മർദ്ദങ്ങൾക്കിടയിലും പിടിച്ചു നിൽക്കാനുള്ള നിങ്ങളുടെ കഴിവ് അംഗീകരിക്കപ്പെടും. അപ്രതീക്ഷിതമായ സ്ഥലം മാറ്റങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം. ഇത് ആദ്യഘട്ടത്തിൽ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമായി മാറും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ സുരക്ഷിതത്വത്തിൽ ചില ആശങ്കകൾ വരാം. വിസ സംബന്ധമായ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ രേഖകൾ കൃത്യമായി സൂക്ഷിക്കണം. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് 2026 വലിയ മുതൽ മുടക്കുകൾക്ക് അനുയോജ്യമല്ല. പങ്കാളിത്ത ബിസിനസ്സുകളിൽ വിള്ളലുകൾ വീഴാൻ സാധ്യതയുണ്ട്. അതിനാൽ കണക്കുകൾ സുതാര്യമായി സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ സേവനവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം സാമ്പത്തികമായി മെച്ചപ്പെട്ടതായിരിക്കും. സാമ്പത്തികമായി നോക്കിയാൽ വരവുണ്ടാകുമെങ്കിലും അതിനൊപ്പം തന്നെ ചെലവുകളും വർദ്ധിക്കുന്ന പ്രവണത കാണുന്നു. പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ വരാം. 2026 ആദ്യ പകുതിയിൽ വ്യാഴം 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ശുഭകാര്യങ്ങൾക്കായി വലിയ തുക ചെലവഴിക്കേണ്ടി വരും. വീട് നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ, വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായി പണം നീക്കിവെക്കേണ്ടി വരും. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ ഊഹക്കച്ചവടത്തിലോ വലിയ തുകകൾ നിക്ഷേപിക്കുന്നത് 2026 വലിയ നഷ്ടങ്ങൾക്ക് വഴിവെച്ചേക്കാം. സുരക്ഷിതമായ നിക്ഷേപ മാർഗങ്ങളായ ഫിക്സഡ് ഡെപ്പോസിറ്റുകളോ സ്വർണമോ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. പഴയ കടങ്ങൾ വീട്ടി തീർക്കാൻ സാധിക്കുമെന്നത് വലിയൊരു നേട്ടമായി കാണാം. എന്നാൽ പുതിയ കടങ്ങൾ എടുക്കുന്നത് പരമാവധി ഒഴിവാക്കണം. കുടുംബജീവിതത്തിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് 2026 കാത്തുവച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാരണമായേക്കാം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ തെറ്റിദ്ധാരണകൾ വലുതാകാതെ നോക്കണം. 2ാം ഭാവത്തിലെ കേതുവിന്റെ സാന്നിധ്യം വാക്കുകളിൽ നിയന്ത്രണമില്ലായ്മ ഉണ്ടാക്കാം. സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ മുറിവേൽപ്പിക്കുന്നതാകാം. അതിനാൽ ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കുന്നത് ദാമ്പത്യം സുഖകരമാക്കാൻ സഹായിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണ്ടിവരും. പങ്കാളിക്ക് തൊഴിൽപരമായ സമ്മർദ്ദം കൂടുന്നത് കുടുംബത്തിലെ അന്തരീക്ഷത്തെ ബാധിച്ചേക്കാം. പരസ്പരമുള്ള തുറന്ന ചർച്ചകളും വിട്ടുവീഴ്ചകളും വഴി ഈ പ്രതിസന്ധികളെ മറികടക്കാം. കൂട്ടുകുടുംബത്തിൽ കഴിയുന്നവർക്ക് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പിതൃസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കണം. കേസ് വഴക്കുകളിലേക്ക് പോകുന്നത് 2026 ഗുണം ചെയ്യില്ല. മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിവാഹപ്രായമായ പൂയം നക്ഷത്രക്കാർക്ക് 2026 2ാം പകുതി വിവാഹാലോചനകൾക്ക് അനുകൂലമായേക്കാം. എങ്കിലും തടസ്സങ്ങൾ നീങ്ങാൻ കാലതാമസമെടുക്കും. ജാതക പൊരുത്തം കൃത്യമായി നോക്കിയതിനു ശേഷം മാത്രമേ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാവൂ. സന്താനങ്ങളില്ലാത്ത ദമ്പതികൾക്ക് ചികിത്സകളിലൂടെ ബലം ലഭിക്കാൻ സാധ്യതയുള്ള വർഷമാണിത്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർച്ച ഉണ്ടാകും. അവർക്ക് വിദേശ പഠനത്തിന് അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രാധാന്യം നൽകേണ്ട മേഖലയാണ് ആരോഗ്യം. വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ മരുന്നുകൾ കൃത്യമായി കഴിക്കണം. 2026 ഉദരസംബന്ധമായ അസുഖങ്ങൾ, ദഹനക്കുറവ്, സന്ധിവേദന എന്നിവ അലട്ടാൻ സാധ്യതയുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർ പൊടിപടലങ്ങളിൽ നിന്നും തണുപ്പിൽ നിന്നും മാറി നിൽക്കണം. വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. അമിത വേഗത ഒഴിവാക്കുകയും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുക. രാത്രികാല യാത്രകൾ പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത്. അകാരണമായ ഭയം, ഉത്കണ്ഠ, ഉറക്കക്കുറവ് എന്നിവ ഈ വർഷം അനുഭവപ്പെട്ടേക്കാം. മനസ്സ് അസ്വസ്ഥമാകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴായി വരാം. എല്ലാം കൈവിട്ടു പോകുന്നുവെന്ന തോന്നൽ ഇടയ്ക്കിടെ ഉണ്ടാകാം. എന്നാൽ ഇത് ഗ്രഹങ്ങളുടെ താൽക്കാലിക സ്വാധീനം മാത്രമാണെന്ന് തിരിച്ചറിയുക. യോഗ, ധ്യാനം എന്നിവ ശീലമാക്കുന്നത് മാനസികാരോഗ്യം നിലനിർത്താൻ സഹായിക്കും. ആത്മീയമായ വളർച്ചയ്ക്കും ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ലഭിക്കുന്ന അവസരമായി 2026 കാണണം. ഈ വർഷത്തെ ഏറ്റവും വലിയ നേട്ടം തിരിച്ചറിവുകളായിരിക്കും. ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ ആരാണെന്നും ശത്രുക്കൾ ആരാണെന്നും തിരിച്ചറിയാൻ സാധിക്കും. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനും സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും നിങ്ങൾ പഠിക്കും. ക്ഷമയോടെ പ്രവർത്തിച്ചാൽ ദീർഘകാലത്തേക്കുള്ള ചില നിക്ഷേപങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. തീർത്ഥാടനങ്ങൾ നടത്താൻ അവസരം ലഭിക്കും. കുലദൈവ ക്ഷേത്രത്തിൽ മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമാണ്. എല്ലാ ശനിയാഴ്ചകളിലും അയ്യപ്പ ക്ഷേത്രങ്ങളിലോ ശനിഗ്രഹ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുക. ശനിയാഴ്ചകളിൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കുക. ശനിദോഷം കുറയ്ക്കാൻ ഹനുമാൻ ചാലിസ നിത്യവും പാരായണം ചെയ്യുക. ഇത് മാനസിക ധൈര്യം വർദ്ധിപ്പിക്കാനും ഭയം മാറ്റാനും സഹായിക്കും. രോഗികൾക്കോ ഭിന്നശേഷിക്കാർക്കോ വയോജനങ്ങൾക്കോ അന്നദാനമോ വസ്ത്രദാനമോ നടത്തുന്നത് 2026 വലിയ പുണ്യം നൽകും. കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികളെ സഹായിക്കുന്നതും ശനിപ്രീതിക്ക് കാരണമാകും. ഗണപതിയെയും ഭദ്രകാളിയെയും നിത്യവും പ്രാർത്ഥിക്കുക. തടസ്സങ്ങൾ നീങ്ങാൻ ഗണപതി ഹോമം ജന്മനക്ഷത്ര ദിവസം നടത്താം. 2026 പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കലണ്ടർ വർഷം എന്നതിലുപരി ജീവിതത്തെ പുതിയൊരു ദിശയിലേക്ക് നയിക്കുന്ന നിർണായകമായ ഒരു പരിവർത്തന കാലഘട്ടമാണ്. ഈ വർഷം നേരിടുന്ന വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും നിങ്ങളുടെ വ്യക്തിത്വത്തെ കൂടുതൽ തിളക്കമുള്ളതും ദൃഢവുമാക്കി മാറ്റും.
ജീവിതത്തിൽ അനാവശ്യമായതിനെ ഒഴിവാക്കാനും അത്യാവശ്യമായതിനെ മാത്രം കൂടെ കൂട്ടാനും ശനി ഭഗവാൻ നിങ്ങളെ പഠിപ്പിക്കും. ഈ വർഷത്തെ വിജയത്തിന്റെ താക്കോൽ ക്ഷമ എന്ന വാക്കിലുണ്ട്. തൊഴിലിലായാലും കുടുംബജീവിതത്തിലായാലും പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കി ചിന്തിച്ചതിന് ശേഷം മാത്രം മറുപടി നൽകുന്ന ശീലം വളർത്തണം. കാര്യങ്ങൾ വിചാരിച്ച വേഗത്തിൽ നടന്നില്ലെന്ന് വരാം. തടസ്സങ്ങളും കാലതാമസങ്ങളും സ്വാഭാവികമാണ്. എന്നാൽ ഇത് നിങ്ങളെ തളർത്തുന്നതല്ല, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യബോധത്തെയും ഇച്ഛാശക്തിയെയും പരീക്ഷിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കുക. എടുത്തുചാട്ടം ഒഴിവാക്കി സാവധാനം എന്നാൽ കൃത്യതയോടെ മുന്നേറുക. സാമ്പത്തികമായി നോക്കിയാൽ 2026 നിങ്ങളെ പണത്തിന്റെ മൂല്യം പഠിപ്പിക്കുന്ന വർഷമായിരിക്കും. അമിതമായ ആഗ്രഹങ്ങൾക്കും ആർഭാടങ്ങൾക്കും കടിഞ്ഞാണിടേണ്ടത് അനിവാര്യമാണ്. ഊഹക്കച്ചവടങ്ങളിൽ നിന്നും എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴികളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കണം. ഈ വർഷം നിങ്ങൾ പാലിക്കുന്ന സാമ്പത്തിക അച്ചടക്കമായിരിക്കും വരും വർഷങ്ങളിൽ നിങ്ങളുടെ സമ്പാദ്യത്തിന് അടിത്തറയിടുന്നത്. അതിനാൽ വരവിനനുസരിച്ച് മാത്രം ചെലവ് ക്രമീകരിക്കുക. കുടുംബ ബന്ധങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം കാത്തു സൂക്ഷിക്കേണ്ട വർഷമാണ്. അഹംഭാവം മാറ്റിവെച്ച് പങ്കാളിയോടും മാതാപിതാക്കളോടും ഇടപഴകിയാൽ പല കുടുംബ പ്രശ്നങ്ങളും ഒഴിവാക്കാം. പുറമേ നിന്നുള്ള സൗഹൃദങ്ങളെക്കാൾ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾക്കാണ് ഈ വർഷം നിങ്ങൾ മുൻഗണന നൽകേണ്ടത്. ആപത്ത് കാലത്ത് കൂടെ നിൽക്കുന്നവരെ തിരിച്ചറിയാൻ ഈ വർഷം നിങ്ങളെ സഹായിക്കും. ഈശ്വരാധീനവും ആത്മീയ ചിന്തയും ഒരു കവചം പോലെ 2026 നിങ്ങളെ സംരക്ഷിക്കും. ആത്മീയത എന്നത് ക്ഷേത്ര ദർശനത്തിൽ മാത്രം ഒതുക്കാതെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലൂടെയും സത്യസന്ധമായി ജീവിക്കുന്നതിലൂടെയും പ്രാവർത്തികമാക്കുക. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും. 2026 പൂയം നക്ഷത്രക്കാർക്ക് വേണ്ടത് ജാഗ്രതയോടുകൂടിയ ശുഭാപ്തി വിശ്വാസമാണ്. വിധിക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ ബുദ്ധിപൂർവ്വം കരുനീക്കങ്ങൾ നടത്തിയാൽ പരാജയ ഭീതിയില്ലാതെ ഈ വർഷം കടന്നുപോകാം. പൂയം നക്ഷത്രക്കാർ പൊതുവെ സങ്കീർണമായ വ്യക്തിത്വത്തിനുടമകളാണ്. അവരിൽ ഒരേ സമയം ആകർഷകവും വൈരുദ്ധ്യാത്മകവുമായ സ്വഭാവങ്ങൾ സമ്മേളിക്കുന്നു. 2026 നിങ്ങൾ കാണിക്കുന്ന ക്ഷമയും വിതയ്ക്കുന്ന നന്മകളും ചെയ്യുന്ന കഠിനാധ്വാനവും വരും വർഷങ്ങളിൽ വലിയ സൗഭാഗ്യങ്ങളായി നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതിനാൽ ആത്മവിശ്വാസം കൈവിടാതെ ധാർമ്മികമായി മുന്നോട്ട് പോവുക. വിജയം നിങ്ങളുടേതാകും. ശ്രീ വിഷ്ണുമായേ നമഃ.